പ്രേംചേട്ടൻ പാവയെ കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ഈ പാവയൊന്നും വേണ്ട, എൻ്റെ മറ്റേ പാവ എടുത്തുകൊണ്ട് തന്നാൽ മതി. പക്ഷേ ആ പാവ എവിടെയായിരിക്കും? അവൻ എവിടെയോ കൊണ്ടുവച്ചേക്കാണ്. ഞാനാണെങ്കിൽ അതൊക്കെ തപ്പിപ്പിടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ തന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. എന്തോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ് വിഷാദിച്ച്. അപ്പോൾ ഇത് വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയും ചേച്ചി ആലോചിച്ചിരിക്കുകയായിരിക്കും. ഇനി അവൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ചില സമയത്ത് നല്ല സന്തോഷമാണ്, കളിക്കുന്നുണ്ട്, ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട് എന്തായാലും കേട്ടോ. ഞാൻ ആ പോകുന്നതിന് മുമ്പായിട്ടും കുറച്ച് ദിവസം ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. ഇപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ വിഷമമെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ചില സമയത്ത് കളിക്കുന്നുണ്ട്, ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ ആലോചന ഉണ്ടാവുമായിരിക്കും. ഞാൻ ചിന്തിക്കണത് എന്താണെന്ന് വെച്ചാൽ അവൻ എന്നെ ചിന്തിക്കാതിരിക്കട്ടെ, എന്നെ അവൻ മറക്കട്ടെ. അപ്പോൾ അവന് സങ്കടം ഉണ്ടാവില്ലല്ലോ. അവൻ എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോൾ എൻ്റെ ഓർമ്മ വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു വിചാരം. എല്ലാവരും പറയും അവൻ മറക്കില്ല. ശരിയാണോ, അവൻ മറക്കില്ല. പക്ഷെ അവനത് എന്നെപ്പറ്റി ആലോചിച്ചിരിക്കാണ്ടിരിക്കട്ടെ. എല്ലാ മുറിയിലും കയറി ഇറങ്ങി നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു പ്രേംചേട്ടൻ. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായിട്ടാണ്. പിന്നെ അവസാനം പാവക്കുട്ടിയെടുത്ത് കളി തന്നെ തുടങ്ങി. ഇനി വേറെ രക്ഷയൊന്നും ഇല്ല. എന്താ ചെയ്യുക, ഇരുന്നിങ്ങനെ ബോറടിക്കൂലോ, അതുകൊണ്ട്. അപ്പോൾ അവൻ ഫുട്ബോൾ കളി കാണുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇടാൻ പറ്റിയില്ല. അത് ഇട്ടപ്പോൾ അത് ബ്ലോക്ക് ചെയ്തു. യൂട്യൂബ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു.